എന്താണ് പ്രകാശിന്റെ പ്ലാൻ? പറയാം. തിരുവോണത്തിന് അസോസിയേഷൻ നടക്കുന്ന ഓണപ്പരിപാടിക്ക് ഞാൻ അവിടെ കാണിച്ചു നൽകും. എന്നെ കണ്ട അവന്മാർ ഞെട്ടിത്തെറിക്കുന്നു. ഞാനാണ് അവരുടെ ഓണപ്പരിപാടി സ്പോൺസർ എന്ന് പറഞ്ഞാൽ അവർ അന്തോ വിട്ട് കുന്തോ വിളിക്കുന്നു. അവന്മാർ എന്നെ എനിക്ക് പൂമാലിരുന്നു പൂച്ചടം തെറ്റു സ്വീകരിക്കുന്നു. അയ്യോ ഇന്നലെ ഞാൻ അവന്മാർ മുന്നിൽ ഓണം ആഘോഷിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അടിച്ചാടുന്നു, അർമാദിക്കുന്നു. ഈ സമയം ഞാൻ സെറ്റ് ചെയ്തിട്ട മണ്ടനേക്കാളും മോശം നടത്തുന്നു, പിടിക്കപ്പെടുന്നു. കുട്ടികളെ അവന്മാരെല്ലാം കൂടെ നന്നായിട്ട് പെരുമാറുന്നു. ഈ സമയം ഞാൻ തന്ന സ്പെഷ്യൽ ഉണ്ടാ കലവറിലെ പായസത്തെ കൊണ്ട് നീടുന്നു. ഗോതമ്പ് പോലുള്ള ഉണ്ടിട്ട പായസം അമ്മ അടിച്ച് കയറ്റി മാടിച്ച് നാക്കി കുടിക്കുന്നു. അവിടെയുള്ളവരെല്ലാം പായസം കുടിച്ചതിന് ശേഷം അവന്മാരെല്ലാം ബോധം കിടാൻ വേണ്ടി നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. ബോധം പോയി ഫ്ലൈറ്റ് ആയി കിടക്കുന്ന അവന്മാർ എല്ലാം അടിച്ച് മാറ്റിക്കൊണ്ട് നമ്മളോട് സ്ഥലം വിടുന്നു. എങ്ങനെയുണ്ട് പ്രകാശിന്റെ പ്ലാൻ? അണ്ണാ പ്ലാൻ ഒക്കെ കൊള്ളാം, പക്ഷേ ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ അവന്മാർ നിങ്ങളെ പിടിച്ചിരിക്കത്തില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. എടാ അസോസിയേഷനിലെ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടല്ലോ, 2 പൊട്ടന്മാരാ. ഞാൻ ഒരു റിച്ച് സെറ്റപ്പ് കൊടുത്തിട്ട് നല്ലൊരു ദുബായ് കഥ അടിച്ചിറക്കി. അപ്പോഴേ അവന്മാർ കിളി പോയി. ചെയ്ത എല്ലാ തെറ്റുകൾക്കും പ്രായച്ചിത്തമായിട്ട് ഈ വട്ട അസോസിയേഷൻ നടക്കുന്ന ഓണാഘോഷം ഞാൻ സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് കാശ് എടുത്തിട്ട് വീശി. അപ്പോഴേ 2 ഫ്ലാറ്റ്. ഇപ്പം 2 എണ്ണം എൻ്റെ പോക്കറ്റിലാണ്. അയ്യോ അണ്ണാ, അപ്പൊ കുറെ കാശ് പോയി കാണത്തില്ല. ഇവിടെ കാശ് എറിഞ്ഞ് കാശ് വാരണം. ഓണാഘോഷവാ. ബോധം കെട്ട് കിടക്കുന്നതിന്റെ കാതിലും കഴുത്തിലൊക്കെ എന്തുമാത്രം പൊന്നിയാണെന്നറിയോ? നമുക്കൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. അച്ഛനെ ഞാൻ റെഡി വരട്ടെ. എന്തായാലും ബോധം കിടാൻ 1 മണിക്കൂർ സമയം എടുക്കും. ഈ 1 മണിക്കൂർ സമയം കൊണ്ട് ഞാൻ ആ ചുറ്റുമുള്ള വീടുകളിൽ കയറി മൊത്തം അടിച്ച് മാറ്റിയാലും. സ്മാർട്ട് കള്ളൻ അത് മതി. ഓവർ സ്മാർട്ട് കള്ളൻ അത് വേണ്ട. ആ കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല. വേണ്ടേ? ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. ഇത് പ്രകാശിന്റെ പ്ലാനാ. പ്രകാശിന്റെ ഗ്രാൻഡ് ഓണം തെഫ്റ്റ്. പിന്നെ പുലിയും വേട്ടക്കാരനെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനാ. അതുകൊണ്ട് നീ പുലി വേട്ടക്കാരൻ കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്ത് നാളെ അവിടെ കണ്ടോണം കേട്ടല്ലോ. ഓക്കെ. 3 വർഷത്തിന് ശേഷമുള്ള പ്രകാശിന്റെ റീ എൻട്രിയാ. ഗായ്സ് ഐ ആം കമ്മിങ്. കൊള്ളാം. പിന്നെ നീ എന്തിനാണ് ഇവിടെ കക്കാൻ കയറിയത്? അതെന്റെ സ്വന്തം പ്ലാൻ ആയിരുന്നു, പാളിപ്പോയി. എടാ നീ പെട്ടെന്ന് അമ്മ വിളിച്ചു പറഞ്ഞേ. ഹലോ, എവിടെ സദ്യ തുടങ്ങിയ? നീ എത്ര പെട്ടെന്ന് ആ പായസം കൊടുത്തിട്ട് മാറ്റണം. അതെന്താ? അടക്ക ഞാൻ വന്നിട്ട് പറയാം. ആ പായസം വിളമ്പാൻ പാടില്ല. ആ ഓക്കെ, ആ കാര്യമായിട്ട് കാണിച്ചേട്ടാ, നമ്മളൊരു കളിക്കാൻ പോവാ. അത് പറയാം, കൂടെ കാണാം. ശരി. ഓഹോ, അപ്പൊ ഒരു ഗ്രാൻഡ് ഓണം തെഫ്റ്റാണ് പ്രകാശിന്റെ പ്ലാൻ അല്ലേ? പായസം മാറ്റി ആമ്പിളിക്കുട്ടന്റെ പായസം കൊടുത്ത് കമത്തി കളഞ്ഞ് ഞാൻ സ്പെഷ്യൽ പായസം കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നീ ഉണ്ടാക്കിയ ഐറ്റം കൊണ്ട് ആദ്യമായിട്ട് ഒരു ഗുണം ഉണ്ടായി. അത് നമുക്ക് പ്രശ്നം അറിയിക്കണം. അത് ഞാൻ മനോജിനോട് പറഞ്ഞിട്ടുണ്ട്, അയാൾ പ്രസിഡന്റിനോട് പറഞ്ഞോളൂ. മറ്റേ കള്ളന്മാരും അവന്മാരെ വണ്ടിക്കകത്തിട്ട് പൂട്ടി. പിന്നെ ഇവൻ വന്ന വണ്ടി ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അതിനകത്ത് ഓണക്കോടി എനിക്ക് ഇന്ത്യയില്ല, കുറെ ചാക്കും ടൂൾസും. നാട്ടാരെല്ലാം കൂട്ടം കൂടി പിള്ളേരെല്ലാം ഊഞ്ഞാലാടി. അങ്ങോട്ടെല്ലാം ഓണക്കോടി പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ പൊന്നോണം വന്നേ വന്നേ മാവേലി വന്നേ വന്നേ പച്ചടി കിച്ചടി കുട്ടികളി ആ പപ്പട പായസം കുട്ടിയടി പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ പച്ചടി കിച്ചടി കുട്ടി നമുക്ക് സദ്യ കഴിക്കാം. എല്ലാവരും വന്നേ. എവിടെ പോന്ന്? ഓണക്കോടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണക്കപ്പടി പോലും തന്നില്ല. ഏത് ഓണക്കോടി? അതൊക്കെ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ തെറുതി തരാൻ പറഞ്ഞില്ലേ? എല്ലാവരും സദ്യ കഴിക്കാം. അവൻ സദ്യ കൂച്ചിയാലേ ഓണക്കോടി തരും. സദ്യ കൂച്ചാ കൂച്ചിക്കാം.